എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് പ്രമാദത്തിൽ സമാധാനം വേണമെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സ്വസ്ഥത വേണമെങ്കിൽ, നിങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ ഒരു ശാന്തത വേണമെങ്കിൽ, നിങ്ങളുടെ കടബാധ്യതയിലും നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിന്റെ സംഹാര താണ്ഡവത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ കഴിയണമെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാല് പിടിക്കലല്ല, നിങ്ങൾ എന്താണ് നീതിപാലകന്മാരുടെ കാല് പിടിക്കലല്ല, നിങ്ങളുടെ പണം കൈക്കൂലിയായിട്ട് അധികാരവർഗത്തിന് കൊടുക്കലുമല്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിങ്ങളുടെ അടുക്കലുണ്ട്, നിന്റെ ചാരത്തുണ്ട്. അവനോട് നിന്റെ ദുഷ്ടത ഏറ്റുപറയുക, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുക. എന്നിട്ട് പറയുക, കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നോട് കരുണ ചെയ്യണമേ, ഞാൻ എന്റെ ദുഷ്ടത ഇന്ന് മുതൽ വിട്ടുകളയുവാൻ ആശിക്കുന്നു. നിന്നെ സ്നേഹിക്കാത്ത എന്റെ പാപ സ്വഭാവം വിട്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നിന്നെ ഞാൻ ഇന്ന് മുതൽ സ്നേഹിപ്പാൻ ആശിച്ചു, എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ട, ഇത് വെറും വചനം മാത്രമല്ല, വെറും പ്രസംഗം മാത്രമല്ല, എന്റെ ജീവിതാനുഭവം കൂടിയാണ്. അഹങ്കാരത്തോടും ഗർവത്തോടും കൂടിയാണ് ഞാൻ ജീവിച്ചത്. ഞാൻ നഗളത്തിലാണ് ജീവിച്ചത്. എന്റെ ബുദ്ധിയിലും എന്റെ കഴിവിലും എന്റെ സാമർത്ഥ്യത്തിലും ഞാൻ ഉന്നതഭാവം പൂണ്ട് ഈ യേശുക്രിസ്തുവിനെ നിഷേധിച്ച് നടന്നവനായിരുന്നു ഞാൻ. ഒരിക്കൽ കൂടെ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സമാധാനം കണ്ടെത്തിയില്ല, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വസ്ഥത കണ്ടെത്തിയില്ല. ഭൗതികമോ ആത്മികവുമായിരിക്കുന്ന ഒരു ശാന്തത എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്റെ ദുഷ്ടത നിമിത്തം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ് 24 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ പ്രിയപ്പെട്ടത്, എന്റെ കർത്താവിനെ സ്നേഹിച്ചത് വരെയും അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും ആ ഭയങ്കരമായിരിക്കുന്ന ആ സന്ധ്യാസമയത്ത് ദൈവം എന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ 24 വർഷങ്ങൾക്ക് ശേഷം എന്റെ വായിൽ നിന്ന് നിങ്ങൾ ഈ ദൈവസ്നേഹം കേൾക്കുമായിരുന്നില്ല.